ഹായ് ഓൾ, വെൽക്കം ടു ചോപ്പിംഗ് നോയ്സ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 3 ഓറഞ്ച് എടുത്ത് അവയുടെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാം. തൊലിയുടെ വൈറ്റ് കളർ പോർഷൻ കയ്പ്പ് രസമുള്ളതിനാൽ അത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ 3 ഓറഞ്ചിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇവ കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. മിക്സിയിൽ അടിച്ചാണ് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ ഓറഞ്ചിൻ്റെ കുരു അടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്കിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്: 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, തൊലിയും കുരുവും കളഞ്ഞ 6 ഓറഞ്ച് അല്ലികൾ, 3 മുട്ട, അല്പം ഉപ്പ്, 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനി ഒരു അരിപ്പയിലേക്ക് എടുത്തു വെച്ച മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അല്പം ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായി അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുത്ത് ഇവയൊന്ന് മാറ്റി വയ്ക്കാം. മിക്സി എടുത്ത് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ഇതിനോടൊപ്പം ചേർക്കാം. 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടറോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു ബൗളിലോട്ട് പകർത്താം. ഇതിലേക്ക് നേരത്തെ അരിച്ചെടുത്ത് വെച്ച മൈദയുടെ മിക്സ് അല്പാൽപമായി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലികൾ അടർത്തി വെച്ച ഓറഞ്ചും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ഇതിനോടൊപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്കിങ്ങിനായി ഒരു ട്രേ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അല്പം മൈദപ്പൊടിയും ഇട്ട് കൊടുത്ത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറിന് പകരം യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ട്രേയുടെ ഒരു 3/4 ഭാഗത്തോളമാണ് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് ഓവനിൽ വയ്ക്കാം. 35 മിനിറ്റ്സ് 180 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും നമുക്കൊരു ഓറഞ്ച് സിറപ്പ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഓറഞ്ച് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കേക്കും റെഡിയായി. ഒരു ഫോർക്ക് വെച്ച് ഈ കേക്കിൻ്റെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. ചൂടാറിയ ഓറഞ്ച് സിറപ്പ് ഇനി ഇതിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് നന്നായി അബ്സോർബ് ആവാനായിട്ട് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റിങ്ങിന് വയ്ക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സ്മൂത്ത് ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓറഞ്ച് കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.